My decision to leave NDTV was not based on guts only. मैं जानता था कि कौन आदमी आ रहा है और कौन आदमी जा रहा है. जो पत्रकारिता या जितनी भी पत्रकारिता हम कर सके जब NDTV डॉक्टर रॉय के पास था और हम लोगों ने बहुत लिमिटेड रिसोर्स से बहुत तरह के चैलेंजेस से जो हम कर पाए, जो आ रहा था उसके पास मुझे पता था कि पैसा तो बहुत है मगर वो सवाल पूछने की हिम्मत नहीं कर सकता है. ജേർണലിസം ആക്ടിവിസമാണോ, ആക്ടിവിസം ആകേണ്ടതുണ്ടോ എന്ന പ്രശ്നത്തിന് സൈദ്ധാന്തികമായും പ്രായോഗികമായും നിരവധി വിശദീകരണ വിശകലനങ്ങൾ നിരത്താൻ സാധിക്കും. പക്ഷേ നമ്മളിപ്പോൾ ജേർണലിസത്തെക്കുറിച്ചും NDTVയുടെ മുൻ മാനേജിംഗ് എഡിറ്റർ രവീഷ് കുമാർ എന്ന ജേർണലിസ്റ്റിനെ കുറിച്ചും സംസാരിക്കുന്നത് മോഡിഫൈഡ് മീഡിയയുടെ, ഗോദി മീഡിയയുടെ, മോഡിയായി പരിണാമം സംഭവിച്ച ഇന്ത്യൻ ടെലിവിഷൻ മീഡിയയുടെ, പ്രിന്റ് മീഡിയയുടെ, അസംഖ്യം ഓൺലൈൻ മീഡിയയുടെ പ്രളയത്തിലിരുന്നാണ്. അവിടെ രവീഷ് കുമാർ എന്ന ഗംഭീര ഇന്ത്യൻ ഹിന്ദി ടെലിവിഷൻ ജേർണലിസ്റ്റ് തൻ്റെ രവീഷ് കുമാർ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ നടത്തുന്ന ജേർണലിസത്തെ ആക്ടിവിസം എന്ന് വിളിക്കണം. लेकिन अगर आप कंटेंट उनका देखें तो उससे बहुत साफ हो जाता है कि ये मीडिया दो मास्टर को सर्व करने के लिए आया है. एक मास्टर जो उसको ओन करता है और एक मास्टर जो पॉलिटिकल मास्टर हैं एक तरह से. बाद में कई एंकरों ने उसे छोड़ा भी, तो मुझे कोई शक नहीं था कि ये कौन है, हु इज ही. धरती पे जितने भी न्यूज़ चैनल है वो खरीद सकते हैं पर मोदी सरकार से सवाल नहीं पूछ सकते. ജേർണലിസം ഘടനാപരമായും ആശയപരമായും ജനിതകപരമായും ആക്ടിവിസ്റ്റ് സ്വഭാവത്തെ ഉൾക്കൊള്ളുന്ന തൊഴിലാണ്, എല്ലാ കാലത്തും എല്ലാ ദേശത്തും. മോഡിഫൈഡ് ഇന്ത്യയിൽ അത്തരം ജേർണലിസം മരിച്ചു പോവുകയോ മൃതപ്രായമാവുകയോ ചെയ്തതുകൊണ്ടാണ് രവീഷ് കുമാറിനെ ഇപ്പോൾ ആക്ടിവിസ്റ്റ് ജേർണലിസ്റ്റ് എന്ന് വിളിക്കാൻ തോന്നുന്നത്. സത്യത്തിൽ NDTVയിൽ ഉണ്ടായിരുന്ന 1994 മുതൽ 2022 വരെയുള്ള 28 വർഷവും രവീഷ് കുമാറിന്റെ ജേർണലിസത്തിന്റെ അടിസ്ഥാന സ്വഭാവം ഇതുതന്നെയായിരുന്നു. ഭരണകൂടത്തിന്റെ പ്രതിപക്ഷമാണ് മീഡിയ എന്നത് ആലങ്കാരികതയോ വെറും പറച്ചിലോ അല്ല. രവീഷ് കുമാർ മാത്രമല്ല, ആ സ്ഥാപനത്തിലെ ജേർണലിസ്റ്റുകൾ സ്ഥാപനത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിലേക്ക് ലയിച്ചു ചേരും. അതൊരു NDTVയുടെ മാത്രം സ്വഭാവവുമല്ല, അതങ്ങനെയേ സാധ്യമാവൂ. പ്രതിപക്ഷമായി വർത്തിച്ച എത്രയെത്രയോ മാധ്യമങ്ങൾ ധീരമായി ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഭൂരിപക്ഷവും അതുതന്നെയായിരുന്നു. പാസ്റ്റ് ടെൻസിൽ നിലനിന്നിരുന്നു എന്നും ആയിരുന്നു എന്നുമൊക്കെ പറയേണ്ടി വരുന്നത് ഒരു വർത്തമാനകാല ജേർണലിസ്റ്റിന്റെ ഗതികേടും നിസ്സഹായാവസ്ഥയും കൂടിയാണ്. മൂലധനം തന്നെയാണ് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ കണ്ടന്റിനെ നിശ്ചയിക്കുക. പ്രണോയ് റോയിയും രാധിക റോയിയും ഉടമകളായിരുന്ന NDTV എല്ലാ പരിമിതികൾക്കിടയിലും ജേർണലിസമാണ് ചെയ്തിരുന്നത് എന്ന് രവീഷ് കുമാർ അൽ ജസീറയിലിരുന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചാക്കു നിറയെയും ബാങ്ക് അക്കൗണ്ട് നിറയെയും പണം കൊണ്ടുവന്ന് ന്യൂസ് റൂമിൽ വിതറുകയും കൂട്ടിയിടുകയും തൂക്കിയിടുകയും ചെയ്താലും അവിടെ ജേർണലിസം ചെയ്യാൻ പറ്റില്ല എന്ന് രവീഷ് കുമാറിന് മനസ്സിലായിരുന്നു. പണം കൊടുത്ത് ചോദിപ്പിക്കുന്ന ചോദ്യങ്ങളെയും വേണമെങ്കിൽ സാങ്കേതികമായി ജേർണലിസം എന്ന് വിളിക്കാം. പക്ഷേ പണം കൊടുത്ത് ചോദിപ്പിക്കാതിരിക്കുന്ന ചോദ്യങ്ങളാണ് ജേർണലിസം. ചതിയിലൂടെ NDTVയുടെ ഓഹരി വാങ്ങി ഒരു സ്ഥാപനത്തെ അപ്പാടെ അദാനി ഗ്രൂപ്പ് വിഴുങ്ങിയപ്പോൾ പ്രണോയ് റോയിയും രാധിക റോയിയും സ്ഥാപനം വിട്ടതിൻ്റെ പിറ്റേന്ന് രവീഷ് കുമാറും NDTVയിൽ നിന്നിറങ്ങി. ഡിജിറ്റൽ മീഡിയയുടെ അനന്ത സാധ്യതയിലേക്കാണ് രവീഷ് കുമാർ കൃത്യമായി തൻ്റെ ജേർണലിസ്റ്റ് ലെഗസിയും അനുഭവവും മോദി കാലത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായി എത്തിയത്. അതിൽ അദ്ദേഹം അതിഗംഭീരമായി സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. NDTVയുടെ ഓഹരി ചതിയിലൂടെ വാങ്ങാൻ അദാനിക്ക് കഴിഞ്ഞുവെങ്കിലും രവീഷ് കുമാർ എന്ന വ്യക്തിയുടെ ഒരു ഓഹരിയും വാങ്ങാൻ സാധിക്കുകയില്ല എന്ന രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ കൂടിയാണ് രവീഷ് കുമാർ ഒഫീഷ്യൽ എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആ ജേർണലിസ്റ്റ് നടത്തുന്ന ഓരോ വീഡിയോയും. 10 മാസമാണ് രവീഷ് കുമാർ ഒഫീഷ്യലിൻ്റെ പ്രായം. ഈ സമയം വരെ 513 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 9.51 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ തുടർന്ന് ആ വിഷയത്തിൽ മാത്രം ഇതുവരെ ചെയ്തത് 8 വീഡിയോകൾ. മില്യണുകളാണ് വ്യൂസ്. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ ഒറ്റയ്ക്ക് നിരന്തരം ജനതയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദൗത്യം ഏറ്റെടുത്ത് നടത്തും പോലെ ജേർണലിസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജേർണലിസം കല പോലെ ആസ്വദിക്കാനും കൂടി കഴിയുന്നൊരു തൊഴിൽ രൂപമാണ്. രവീഷ് കുമാറിൻ്റെ വീഡിയോകൾ സൂക്ഷ്മമായി കാണുമ്പോൾ ജേർണലിസം പെർഫോമൻസിന് അത്തരമൊരു സൗന്ദര്യാത്മക തലമുണ്ടെന്നും അയാളത് ലയിച്ച് പെർഫോം ചെയ്യുകയാണെന്നും നമുക്ക് മനസ്സിലാവും. അൽ ജസീറ സ്റ്റുഡിയോയിൽ വെച്ച് ഷൂട്ട് ചെയ്ത ആദ്യം പറഞ്ഞ ദ ലിസണിംഗ് പോസ്റ്റിന്റെ ഇന്റർവ്യൂവിൽ രവീഷ് കുമാർ യൂട്യൂബ് ചാനലിന്റെ റീച്ചിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ശരിയാണ്, മില്യൺ കണക്കിന് വ്യൂകൾ കിട്ടുന്നുണ്ട്. പക്ഷേ
നൂറുകണക്കിന് ടെലിവിഷൻ ചാനലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ, അതിൻ്റെ റീച്ചുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മില്യണുകളൊന്നുമല്ല എന്നതാണ് വാസ്തവം. ഒപ്പം ഫീൽഡിലേക്ക്, ഗ്രൗണ്ടിലേക്ക് പറഞ്ഞുവിടാൻ റിപ്പോർട്ടർമാരില്ലാത്തതിൻ്റെ പരിമിതി, സെക്കൻഡറി സോഴ്സുകളെ വിശ്വസിച്ച് ജേർണലിസം ചെയ്യേണ്ടതിൻ്റെ പരിമിതി, ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ മാധ്യമ വ്യവഹാരത്തിൽ ഇത് പോരാ എന്ന് പറയുന്നുണ്ട് രവീഷ് കുമാർ. അതൊരു പരാജയത്തിൻ്റെ പ്രഖ്യാപനമാണോ എന്ന റിച്ചാർഡിൻ്റെ ചോദ്യത്തോട് യഥാർത്ഥ സാഹചര്യം പറയുകയാണ് എന്ന് രവീഷ് കുമാർ മറുപടി പറയുന്നു. ഒപ്പം ടെലിവിഷൻ ജേർണലിസത്തെ മിസ് ചെയ്യുന്നുണ്ട് എന്നും അൽ ജസീറ സ്റ്റുഡിയോയിലെത്തിയപ്പോൾ സ്വല്പം ഇമോഷണലായി എന്നും കൂട്ടിച്ചേർക്കുന്നു. Yes, I do miss television. And Richard, when I walked in to this studio, I got a little emotional. It's pretty nice. It's pretty nice, yeah. And I felt like, oh my God. I'm back. The soul is coming back to my body. മോഡിഫൈഡ് മീഡിയ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ക്രീൻ സ്പേസും പ്രിന്റ് സ്പേസും ഓൺലൈൻ സ്പേസും ഭരണകൂടത്തിനായി തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും വാങ്ങുന്നതിനേക്കാൾ എളുപ്പത്തിൽ എത്രയോ നേരത്തെ തന്നെ വഴങ്ങിക്കൊടുത്തിരുന്നു ഇന്ത്യൻ മീഡിയ. ഭൂരിപക്ഷ ഭരണപക്ഷ മീഡിയയുടെ ആളും അർത്ഥവും കോരിച്ചുരിഞ്ഞ് നിർമ്മിച്ചെടുക്കുന്ന വൻകിട വീഡിയോ പ്രിന്റ് കണ്ടന്റുകളുടെ കുത്തൊഴുക്കിലും പക്ഷേ രവീഷ് കുമാറിനെ പോലെയുള്ള ജേർണലിസ്റ്റുകളുടെ കണ്ടന്റ് കേൾക്കാൻ മനുഷ്യർ തയ്യാറാകുന്നുണ്ട് എന്നത് ചെറിയ ആശ്വാസമാണ്. പക്ഷേ അത് തുടരാനുള്ള മൂലധനം ആര് സുസ്ഥിരമായി കൊടുക്കും എന്നതാണ് വിഷയം. ഇന്ത്യയിലെ സമാന്തര മേഖലയിൽ ധീരമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ മീഡിയയുടെ എഡിറ്റർഷിപ്പിലിരിക്കുന്നവരുടെ ഭൂതകാലം പരിശോധിച്ചാൽ പലതരത്തിൽ ഇറങ്ങിവരവ് നടത്തിയതിൻ്റെ യാഥാർത്ഥ്യം പിടികിട്ടും. അത് കറപുരണ്ട മൂലധനത്തോടും ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തോടുമുള്ള കലഹങ്ങളാണ്. ആ പ്രതിപക്ഷ നിരയിലെ ബലമുള്ള സാന്നിധ്യമാണ് രവീഷ് കുമാറിൻ്റേത്. രവീഷ് കുമാർ ഒഫീഷ്യൽ മോഡി മീഡിയയുടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന അതിശക്തമായ ബ്രാൻഡ് നെയിമാണ്.